ഹലോ നമസ്കാരം. കൊച്ചു വഴി കുറച്ച് പണികൾ തന്നെ നമ്മുടെ ആഷിമ അബ്ബാസില്ലേ സൗദി അപ്പോൾ നമ്മുടെ പൊന്നാനി വന്നിട്ട് പൊന്നാനി പള്ളിയില്ലേ വലിയ പള്ളി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ആദ്യം കണ്ടുനോക്കാം, എന്നിട്ട് പിന്നെ തിരിച്ചു വരാം. ഓക്കെ. قديم مسجد سيرسيدس مسجد فريد 400 years old 600 بعد قديم مره قديم. هذا جريف يارد صح ولا ايش؟ هذا جريف يارد، هذا مقبره صح؟ اوكي عشان المقبره هنا موجود داخل المسجد. اوكي ما شاء الله ما شاء الله ما شاء الله. هذا كله قديم ستايل مره قديم. ايوه ممكن هذا رينيويشن قليل يعني ما شاء الله والله بيوتيفول ناس. അപ്പോൾ കുറച്ച് സംസാരിക്കാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാലോ പള്ളി ഒരു ചരിത്രമാണ്. അപ്പോൾ ഈ പള്ളിയുടെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ മരം കൊണ്ടുണ്ടാക്കിയ പള്ളിയാണ്. ഒറ്റ മരം കൊണ്ട് അത് ആ മരം എങ്ങനെയെന്നൊക്കെ കുറേച്ചൊക്കെ എനിക്കറിയുള്ളൂ, ബാക്കി പിന്നൊക്കെ അവിടുത്തെ കുറേ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. മരം ഇങ്ങനെ ഒഴുകി വന്ന് അങ്ങനെ നട്ടപ്പാർക്ക് അങ്ങനെ കുറേ കഥകളുണ്ട്. ഒറിജിനലാണ്, ഞാൻ ഇതുവരെ താങ്ങില്ല. അപ്പം എൻ്റെ അമ്മാസിനെ കുറിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പള്ളിയുടെ ഞാൻ ശരിക്കും പറയുകയാണ് ഈ അധികം ഈ എത്ര പഴക്കുണ്ട് എന്ന് എനിക്കറിയില്ല പള്ളിയുടെ കുറിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ അതിൽ പറയുമ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടി. എൻ്റെ ഒരു ഏകദേശം 200-300 പഴക്കമുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീടാണ് ഞാൻ ആലോചിച്ചത് 600 വർഷം പഴക്കം എന്ന് പറഞ്ഞു. 600 വർഷം അതിൽ പറയുന്നുണ്ട്, സിത്തമിയ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 600 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ ആലോചിച്ചു. ആ പള്ളിയുടെ ഉള്ളിൽ ഞാൻ ഒരുപാട് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ പള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒതു എന്ന് പറഞ്ഞാൽ സാധാരണ ഒക്കെ പഴയ സിസ്റ്റമാണ്. ഇരുന്നിട്ട് ഒരു കുളം പോലെ ഇരുന്നിട്ട് ചുറ്റോന്നിന് ഒതു കൊടുക്കുക, അങ്ങനെ പഴയ സിസ്റ്റം. പക്ഷേ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ 3 എത്രയോ തട്ടുണ്ട്. അതിന് ശരിക്കും ഞാൻ മറന്ന് 3, 4, 5, 6 തട്ട് 7 തട്ടുണ്ട്. 7ാമത്തെ തട്ട് ഒരു ചെറിയൊരു തട്ട്. അതിന് മേലെ കയറുന്ന പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ അവിടെ അതിന് മേലെ കയറി നമുക്ക് കായബ കാണായിരുന്നു പണ്ട്. ഞാൻ 2 തട്ട് കയറിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ആ പള്ളി ഉണ്ടാക്കിയ ഒരു ആശയുടെ പേരുണ്ട്, തിരുവന്തച്ചൻ എന്തൊരു പേര് ചെയ്തിട്ടുണ്ട്, ഞാൻ മറന്നൊക്കെ. അപ്പോൾ മൂപ്പരാളെ പള്ളി ഉണ്ടാക്കുന്ന സമയത്തേന് മൂപ്പരാളെ മരണപ്പെട്ട് മൂപ്പരാളെ എന്താ പറയുക മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് എന്താ പറയുക അവിടെ തന്നെ മൂപ്പരാളെ മറയത്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ പരിസരത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ പള്ളിയിലേക്ക് ഒന്ന് കയറുക, 2 റക്അത്ത് സുന്നത്തൊക്കെ അനുസരിക്കുക. നല്ല അതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഭയങ്കര തണുപ്പാണ് പള്ളിയുടെ ഉള്ളിൽ. അത്ര പ്രത്യേകം. അതിന് കയറിയെന്ന് അറിയാൻ ഫുള്ള് മരം മുള്ളും മരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റുഭാഗമൊക്കെ കബറുകൾ നല്ല രസമുള്ള ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക വൃത്തിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഭാരവാഹികളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തായാലും പോവാത്തൊരു പള്ളിക്ക് എന്തായാലും പോവുക, ആ ഭാഗത്ത് പോവാ. ഓക്കെ.